എന്റെ പിന്നിൽ കാണുന്നത് 15,000 കിലോ വെള്ളരിയാണെന്ന് പറഞ്ഞ കാര്യങ്ങൾ വിശ്വസിക്കാം. പക്ഷെ 15,000 ഇല്ല കേട്ടാ. ആ പാടത്തോടെ വിളവെടുക്കുമ്പോൾ ഫുള്ള് വിളവെടുത്ത് കഴിയുമ്പോൾ 15,000 കിലോ വെള്ളരി ഉണ്ടാവുന്ന പറ്റി തർക്കമില്ല. 1.5 ഏക്കർ സ്ഥലത്താണ് ഈ ഗോൾഡൻ വെള്ളരി കൃഷി ചെയ്യുന്നത്. വീഡിയോയിലേക്ക് പോയാലോ. വിഷുവായിട്ട് ബന്ധപ്പെട്ട് 2-3 ദിവസത്തെ കച്ചവടത്തിന് വേണ്ടി ചെയ്തിരിക്കുന്ന ഒരു വെറൈറ്റി കൃഷിയാണിത്. ഇത് കണ്ണി വെള്ളരിയാണ്. മലയാളികൾ ഒട്ടുമിക്കവരും കണ്ണി വെള്ളരി ഇല്ലാതെ കണി വെക്കില്ല എന്നുള്ളതാണ് ഇതിന്റെ ഏറ്റവും വലിയ പ്രത്യേകത. 1.5 ഏക്കർ സ്ഥലത്താണ് ഇവിടെ കണി വെള്ളരി കൃഷി ചെയ്തിരിക്കുന്നത്. എങ്ങനെയുണ്ട്? എല്ലാവരും കണി വെക്കില്ല. അപ്പം കർഷകരെ സംബന്ധിച്ചോളം ഏറ്റവും കൂടുതൽ സന്തോഷം തരുന്ന ഒരു സമയമാണ് വിഷുവിൻ്റെ വിളവെടുപ്പ്. അത് ഗംഭീരമായിട്ട് നടന്നുകൊണ്ടിരിക്കുകയാണ്. പക്ഷേ ഒരു ദുഃഖവും ഉണ്ട് കേട്ടാ. ഏറ്റവും കൂടുതൽ പച്ചക്കറി തിരിവ് തന്നെ സമയവും വിഷുവാണ്. ഇത് ഇതിനകത്ത് ഡാമേജാണ്, ചെറിയൊരു പൊട്ടലുണ്ട്. ഇത് ചെറിയൊരു വിണ്ടുകയറിലുണ്ട്, ഇത് ചെറിയൊരു കുത്തുണ്ട്. ഇങ്ങനെയുള്ള ഐറ്റം ഒന്നും ഒരു കാരണവശാലും കസ്റ്റമേഴ്സ് കടയിൽ നിന്നാലും തോട്ടത്തിൽ നിന്നാലും വാങ്ങിക്കില്ല. അതുകൊണ്ട് തന്നെ ഒരു 70% മാത്രമേ വിൽപ്പനക്കായിട്ട് പോകത്തുള്ളൂ. ബാക്കിയെല്ലാം ഡാമേജ് ആണ് കേട്ടോ. വിളവെടുക്കുന്ന സമയത്ത് ഈ പച്ച ഉൾപ്പെടെ പറിക്കും. ഈ പച്ച വാങ്ങിക്കുന്നവരുണ്ട് കറി ആവശ്യത്തിന്. പക്ഷെ കണി കാണാൻ ഇങ്ങനെയുള്ള ഗോൾഡൻ കളറാണ് പ്രധാനമായിട്ടും മേടിക്കുന്നത്. പക്ഷേ ഇത് ഒറ്റ വെറൈറ്റി സീഡ്, സുമാഷി എന്നുള്ള സീഡാണ്. പക്ഷേ ഉണ്ടായ കായകൾ കണ്ട അത് നല്ല ബോൾ ഷേപ്പിലുണ്ട്, നീല ഷേപ്പിലുണ്ട്, പല പല വലിപ്പത്തിലുണ്ട്. പക്ഷേ ഒട്ടുമിക്കതും നല്ല ഗോൾഡൻ കളറിലേക്ക് വരും. ഒരു 50 ദിവസം ആകുമ്പോൾ ഈ ഒരു കളറിലേക്ക് വരും. കൃത്യം തൈ നട്ട് 60 ദിവസം ആണെങ്കിൽ ഉണ്ടല്ലോ ഈ ഒരു ഗോൾഡൻ കളറിലേക്ക് വരും. അപ്പം അങ്ങനെ വിളവെടുത്ത ഐറ്റംസ് ആണ് ഈ കൂട്ടി അങ്ങനെ ഇട്ടിരിക്കുന്നത്. പച്ചപ്പിൻ്റെ ഇടയിൽ നിന്നാണ് ഈ കാണുന്ന ഗോൾഡൻ കളർ വെള്ളരിയൊക്കെ വിളവെടുത്തിരിക്കുന്നത്. ഇങ്ങനെ അടുത്ത് വരുമ്പോൾ അത് കാണാം. കണ്ട എല്ലാ മുട്ടിലും കായാണ് കേട്ടോ. നോക്കിയേ, ഇത് കണ്ട, ഇത് യഥാർത്ഥ കാണിച്ചേക്കാം. ഇത് കണ്ടത്, ഇത് കണ്ട കിടക്കണം. നോക്കിയേ, ഒരു ചെടിയിൽ നിന്ന് തന്നെ 8-9 കായാണ് വിളവെടുക്കുന്നത്. കൃത്യം 1 കിലോ ഉള്ളതാണ്. 5 മീറ്ററുള്ളിൽ വരമ്പിൽ തന്നെ എത്ര കായുണ്ടെന്ന് നമുക്ക് നോക്കിയാൽ അതെ വരമ്പിൽ മാത്രം ഇരിക്കുന്ന കായാണ് കേട്ടോ. അതെ കണ്ട തെളിച്ചിരുമ്പോൾ ഫുള്ള് കായാണ്. 2 ചുവടുകൾ ഇതാണ് വെള്ളരി ഉണ്ടാക്കി കിടക്കുന്നത്. ഇതാണ്. അപ്പം നമ്മൾ വിളവെടുക്കാം. ചറവറ വിളവെടുക്കാം. 1 മിനിറ്റ് കൊണ്ട് 10-20 കിലോ വെള്ളരി നമുക്ക് വിളവെടുക്കാം എന്നുള്ളതാണ് ഈ കൃഷിയുടെ ഏറ്റവും വലിയ ഗുണം. അന്ന് തന്നെ കാശും കിട്ടും. വിഷുവാനില്ല, എല്ലായിടയിലും കാശുണ്ട്. ഇലഞ്ഞിപ്പാടം കാണിപ്പാടം എന്നാണ് അറിയപ്പെടുന്നത്. കഴിഞ്ഞ 10 വർഷമായിട്ട് വലിയ രീതിയിൽ ചതിക്കാത്ത ഒരു പാടാണ്. ഇത്രയും മഴയൊക്കെ പെയ്തിട്ടും ഈ പാടത്ത് ന്യായമായിട്ടുള്ള വിളവ് കിട്ടി എന്ന് തന്നെ പറയേണ്ടി വരും. ഫുള്ള് മൾച്ചിങ് ഷീറ്റിട്ടാണ് ചെയ്തിരിക്കുന്നത്. ബേസുകളായിട്ട് കൊടുത്തിരിക്കുന്നത് ചാണകപ്പൊടിയും കോഴികളും ഡോളോമെറ്റൊക്കെയാണ് പ്രധാനമായിട്ടും അടിവെള്ളം കൊടുത്തിരിക്കുന്നത്. പിന്നെ മൈക്രോ ന്യൂട്രിയനും കൃത്യമായിട്ട് കുമരത്തെ കൊടുത്തുകൊണ്ടുള്ള വെറൈറ്റി കൃഷി, വെറൈറ്റി വിളവെടുപ്പ്. 80 മീറ്ററുള്ള 30ഓളം വരമ്പുകളിലായിട്ടാണ് ഈ കൃഷി ചെയ്തിരിക്കുന്നത്. വരമ്പുകൾ തമ്മിലുള്ള ഡിസ്റ്റൻസ് കൊടുത്തിരിക്കുന്നത് 2.5 മീറ്ററാണ്. അപ്പം കൃത്യമായിട്ട് ഡിസ്റ്റൻസ് കൊടുത്തുകൊണ്ട് തന്നെ കൃത്യമായിട്ടുള്ള വിളവ് നല്ല രീതിക്ക് കിട്ടിയിട്ടുണ്ട്. ഏറ്റവും ചിലവ് കുറഞ്ഞ രീതിയിലാണ് ഈ തോട്ടം സെറ്റ് ചെയ്തിരിക്കുന്നത്. ട്രാക്ടർ ഉപയോഗിച്ച് ഫുള്ള് വരമ്പെടുത്തുകൊണ്ട് വിത്ത് കൃഷിയാണെങ്കിൽ 60 ദിവസം വിളവെടുക്കാവുന്ന രീതിയാണ്. കൃത്യമായിട്ട് മാർക്കറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ലാഭം നേടിത്തരുന്ന കൃഷിയാണ്. ഈ പാടത്ത് 1,80,000 രൂപ മുടക്കിയാണ് ഈ വെള്ളരി കൃഷി ചെയ്തിരിക്കുന്നത്. 2-ാം ദിവസം ലോഡ് എന്ന് വെച്ചാൽ റോഡായിട്ട് 500 മീറ്റർ ഡിസ്റ്റൻസ് ആണ് ഉള്ളത്. അപ്പോൾ ഇന്ന് ഫുള്ള് ട്രാക്ടറിലാണ് റോഡിലായിട്ട് എടുക്കുന്നത് കേട്ടോ. ഇപ്പോൾ ഒരു 1,500 കിലോക്കെ ഒരു 10 മിനിറ്റ് കൊണ്ട് തന്നെ പോട്ടി ചെല്ലും. വർഷത്തിലെ ഏറ്റവും വിളവെടുപ്പിന് തിരക്കുള്ള സമയം വിഷുവിൻ്റെയാണ്. അപ്പോൾ എത്രയും പെട്ടെന്ന് സാധനങ്ങൾ എത്തിക്കാനും വളരെ സാമ്പത്തികമായിട്ട് മെച്ചമുള്ളതും ഇങ്ങനത്തെ രീതിയിലൊക്കെ കൃഷിയെ കൊണ്ടുപോകുമ്പോഴാണ്. ലേബർ മാനേജ് ചെയ്യുന്ന കാര്യത്തിലൊക്കെ വളരെയധികം ശ്രദ്ധിച്ചാലേ കേരളത്തിൽ കാർഷികമേഖല നമുക്ക് വിജയിക്കാനായിട്ട് സാധിക്കുകയുള്ളൂ. 80 മീറ്ററുള്ള 30ഓളം വരമ്പുകളിലായിട്ടാണ് ഈ കണിവെള്ളരി കൃഷി ചെയ്തിരിക്കുന്നത്. 2.5 മീറ്റർ ഡിസ്റ്റൻസ് ആണ് വരമ്പുകൾ തമ്മിൽ കൊടുത്തിരിക്കുന്നത്. ട്രാക്ടർ ഉപയോഗിച്ച് ഫുള്ള് വരമ്പെടുത്തുകൊണ്ട് തന്നെ വളരെ ചെലവ് ചുരുങ്ങിയ രീതിയിൽ കൃഷി ചെയ്യാൻ പറ്റി എന്നുള്ളതാണ് ഈ പാടത്തെ ഏറ്റവും വലിയ പ്രത്യേകത. ഇതൊക്കെയാണ് കണിവെള്ളരിയുടെ സാധ്യതകൾ. അപ്പോൾ മറ്റുള്ള ഒരു വീഡിയോയിൽ വെറൈറ്റി ആയിട്ട് കാണാം.